വെയിൽ കൊള്ളാത്ത പൂരം എന്നാണ് കണിമംഗലം ശാസ്താവിൻ്റെ പൂരത്തെ വിശേഷിപ്പിക്കുക. കാരണം വെളുപ്പിന് 5 മണിക്ക് കണിമംഗലം ശാസ്താവ് ഈ വടക്കുംനാഥനെ വണങ്ങാൻ വേണ്ടി തൃശ്ശൂവപ്പേരൂരിലേക്ക് ശ്രീ ശക്തൻ തമ്പുരാൻ്റെ നഗരത്തിലേക്ക് കണിമംഗലത്ത് നിന്ന് പുറപ്പെടും. കണിമംഗലം ശാസ്താവ് വെളുപ്പിന് 5 മണിക്ക് പുറപ്പെടും. അതിനാൽ തന്നെ വെയിൽ കൊള്ളാത്ത പൂരം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കണിമംഗലം ശാസ്താവിൻ്റെ പൂരത്തെ. ഈ ഘടകക്ഷേത്രങ്ങളിൽ 8 ഘടകക്ഷേത്രങ്ങളിൽ ഏറ്റവും ആദ്യം ശ്രീ വടക്കുംനാഥ സന്നിധിയിലേക്ക് പുറപ്പെടുന്ന പൂരമാണ് കണിമംഗലം ശാസ്താവിൻ്റെ പൂരം. പ്രേക്ഷകർക്ക് ന്യൂസ് 18 പ്രേക്ഷകർക്ക് തത്സമയം ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. തെക്കേ ഗോപുരനടയിൽ 10,000-കണക്കിന് പൂരപ്രേമികൾ ഇപ്പോൾ രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള തെക്കോട്ടിറക്കത്തിനും കുടമാറ്റത്തിനും സാക്ഷ്യം വഹിക്കാൻ വേണ്ടി അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആളുകളെ വടം കെട്ടി വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പോലീസും ബന്ധപ്പെട്ട മറ്റു സുരക്ഷാ ജീവനക്കാരും കൃത്യമായി നടത്തുന്നുണ്ട്. കുടമാറ്റത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 മിനിറ്റ് മാത്രമേ കുടമാറ്റം ഉണ്ടാവുകയുള്ളൂ എങ്കിലും ആ ആവേശമെങ്കിലും തങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണ് ലക്ഷക്കണക്കിന് പൂരപ്രേമികൾ ഇപ്പോഴും പൂരനഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. തെക്കേ ഗോപുരനടയിൽ നിന്ന് ാണ് പ്രേക്ഷകരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഘടകക്ഷേത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. വെളുപ്പിന് 5 മണിക്ക് കണിമംഗലം ശാസ്താവ് കണിമംഗലം ക്ഷേത്രത്തിൽ നിന്നും ശ്രീ വടക്കുംനാഥനെ വണങ്ങാൻ വേണ്ടി പുറപ്പെടുന്നു. വടക്കുംനാഥനെ വണങ്ങുകയോ വലം വയ്ക്കുകയോ ചെയ്യാത്ത 8 ഘടകക്ഷേത്രങ്ങളിൽ ശ്രീ വടക്കുംനാഥനെ വണങ്ങുകയോ ഒരിക്കലും വലം വയ്ക്കുകയോ ചെയ്യാത്ത ഏക പൂരമാണ് കണിമംഗലം ശാസ്താവിൻ്റെ പൂരം എന്ന് പൂരപ്രേമികളെ നിങ്ങൾ ഓർക്കണം. കാരണം തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു സമയക്രമമുണ്ട്, കൃത്യമായ വ്യവസ്ഥയുണ്ട്, കൃത്യമായ താളക്രമം ഉണ്ട്. ഓരോ ഘടകക്ഷേത്രവും അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ എത്ര ആനകൾ വേണം, പിന്നീട് കോട്ടപ്പുറത്തേക്ക് എത്തുമ്പോൾ എത്ര ആനകൾ കൂടിച്ചേരണം, പിന്നീട് നടുവിലാലിൽ അല്ലെങ്കിൽ മണികണ്ഠനാലിൽ എത്തിച്ചേരുമ്പോൾ എത്ര ആനകൾ കൂടി അതിലേക്ക് കൂടുതലായി കൂട്ടിച്ചേർക്കപ്പെടണം, ഒടുവിൽ ശ്രീമൂലസ്ഥാനത്തേക്ക് വരുമ്പോൾ എത്ര ആനകളോടുകൂടിയുള്ള കൂട്ടിയെഴുന്നള്ളിപ്പാണ് അവിടെ ഉണ്ടാവേണ്ടത്. ഒരിക്കലും കണിമംഗലം ശാസ്താവിൻ്റെ പൂരം തന്നെ ഒരാനപ്പുറത്ത് കുളശ്ശേരിയിൽ നിന്നാണ് ഒരാനപ്പുറത്താണ് പുറപ്പെടുക. പക്ഷേ കുളശ്ശേരിയിലെത്തുമ്പോൾ 5 ആനകൾ ആകും. പിന്നീട് മണികണ്ഠനാലിലേക്ക് എത്തുമ്പോൾ 9 ആനകളാകും. അപ്പോൾ ഒരാനപ്പുറത്ത് പുറപ്പെടുന്നു. പിന്നീട് കുളശ്ശേരിയിൽ എത്തുമ്പോൾ 5 ആനകൾ, ആനകളുടെ എണ്ണം 5ആയി വർദ്ധിക്കുന്നു. പിന്നീട് മണികണ്ഠനാലിലെത്തുമ്പോൾ 9 ആനകൾ ആകുന്നു. 9 ആനകളോടുകൂടിയാണ് കണിമംഗലം ശാസ്താവിൻ്റെ പൂരം ശ്രീ വടക്കുംനാഥ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. ഒരാനപ്പുറത്ത് പുറപ്പെടുന്നു, 5 ആനകളാകുന്നു. കുളശ്ശേരിയിലെത്തുമ്പോൾ മണികണ്ഠനാലിലെത്തുമ്പോൾ 9 ആനകൾ. പിന്നീട് ശ്രീ വടക്കുംനാഥ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത് 9 ആനകളുടെ അകമ്പടിയോടുകൂടിയാണ്. അങ്ങനെ ഓരോ ക്ഷേത്രത്തിനും ഓരോ ഘടകക്ഷേത്രത്തിനും കൃത്യമായി നിശ്ചയിക്കപ്പെട്ട ഒരു വ്യവസ്ഥയുണ്ട്. ചിലപ്പോൾ ആദ്യം തകിലും നാഗസ്വരവുമാകും അകമ്പടി, പിന്നീട് അത് പാണ്ടിയാകാം, പിന്നീട് ചെമ്പടയാകാം. അങ്ങനെ ഓരോ ഘട്ടത്തിലും മാറി മാറി വരുന്ന മേളപ്പെരുക്കം, മേളത്തിൻ്റെ വ്യവസ്ഥകൾ, ഘടന, ഇതിനെല്ലാം മാറ്റമുണ്ട്. ഇത് തൃശ്ശൂർ പൂരം പഠിക്കപ്പെടേണ്ട ഒന്നാണ്. കൃത്യമായി പഠിക്കാതെ നമുക്ക് തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കാനേ ആകില്ല, പിഴച്ചു പോകും. കാരണം തൃശ്ശൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരം, സ്വകാര്യ അഭിമാനം എന്ന് അവർ ഊറ്റം കൊള്ളുന്നത് തങ്ങൾക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാം അറിയാമെന്നുള്ളതാണ്. ആദ്യം പുറപ്പെടുന്ന പൂരമേത് ചിലപ്പോൾ പുറം ദേശക്കാർക്ക് അറിയുമായിരിക്കില്ല, പക്ഷെ തൃശ്ശൂർക്കാർക്കറിയാം അത് കണിമംഗലം ശാസ്താവിൻ്റെ പൂരം ആണ് എന്നുള്ളത്. അത്തരം കാര്യങ്ങളിലെല്ലാം കൃത്യമായ സൂക്ഷ്മത തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നു. അത് ആ ആചാരം താളബദ്ധമായി ഒരിക്കലും ഇടമുറിയാതെ കണ്ണി ചേർക്കപ്പെടേണ്ടതുണ്ട്. അത് ഓരോ വർഷവും ധാരമുറിയാതെ പ്രവഹിക്കേണ്ടതുണ്ട് എന്നതിനാൽ തന്നെയാണ് ഇക്കുറി ഇത്രയും നിർഭാഗ്യകരമായ ഒരു ദുരന്തം സംഭവിച്ചിട്ടും ഈ ആചാരങ്ങൾ കൃത്യമായി സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും പൂരപ്രേമികളുടെ ഭക്തജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് സംസ്ഥാന സർക്കാരും അതിനോട് കൂടിച്ചേർന്നുകൊണ്ട് ശരിയെങ്കിൽ ആഘോഷങ്ങളുടെ പകിട്ട് കുറച്ചുകൊണ്ട് ആഘോഷിക്കപ്പെടേണ്ടതില്ല, പക്ഷേ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അതിനാൽ തന്നെ പകിട്ട് കുറച്ചുകൊണ്ട് ഏതിലെല്ലാം നമുക്ക് കുറവ് വരുത്താം
ആനകളുടെ എണ്ണത്തിൽ കുറവ് വരുത്താൻ കഴിയില്ല. വെടിക്കെട്ട് വേണമെങ്കിൽ പാടെ ഒഴിവാക്കാം. കുടമാറ്റം ശരി, തീർച്ചയായും അതൊരു ആഘോഷമാണ്. കുടമാറ്റത്തിനും ആചാരപരമായ പ്രാധാന്യമുണ്ട്, ഐതിഹ്യമുണ്ട്, അതൊക്കെയുണ്ട്. പക്ഷേ ഇത്രയും ഒരു വലിയ ദുരന്തം സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കുടകളുടെ എണ്ണം കുറച്ച്, മാറുന്ന കുടകളുടെ എണ്ണം കുറച്ച്, അതിൻ്റെ സമയം കുറച്ച് നമുക്കതൊരു 15 മിനിറ്റിൽ പരിമിതപ്പെടുത്താം എന്ന കൃത്യമായ ഔചിത്യപൂർണമായ ഒരു തീരുമാനത്തിലേക്ക് എല്ലാ വിഭാഗങ്ങളും കൂടി ചേരുകയും അപ്രകാരം ഈ വർഷത്തെ പൂരവും ഇതാ കുടമാറ്റത്തിലേക്ക്, രാജകീയ പ്രൗഢിയോടുകൂടിയുള്ള തെക്കോട്ടിറക്കത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് ന്യൂസ് 18 പ്രേക്ഷകർ ഇപ്പോൾ കടന്നു ചെല്ലുന്നത്. നമ്മൾ കണിമംഗലം ശാസ്താവിനെ കുറിച്ചാണ് ദീർഘനേരം സംസാരിച്ചത്. ഇതിങ്ങനെ പൂരത്തെക്കുറിച്ച് പറയുമ്പോൾ പൂരത്തിൻ്റെ ഘടകക്ഷേത്രങ്ങളെക്കുറിച്ചും പറയണം, പൂരത്തിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ചും പറയണം. ഇതുകൂടി അറിഞ്ഞാലേ, ഈ ദൃശ്യങ്ങൾ മാത്രമല്ലല്ലോ, എന്താണ് തൃശ്ശൂർ പൂരം എന്നുകൂടി പ്രേക്ഷകർ അറിയണമല്ലോ. അതുകൊണ്ട് ഘടകക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നു, തിരുവമ്പാടിയുടെ പൂരത്തെക്കുറിച്ച് പറയുന്നു. തിരുവമ്പാടിയുടെ പൂരം എപ്പോൾ പുറപ്പെടും, അതിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നു ചെന്നാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിലേക്ക് തിരുവമ്പാടിയുടെ പൂരം എത്തിച്ചേരുന്നത്, പിന്നീട് രാത്രിയിൽ എന്താണ് നടക്കാൻ പോകുന്നത്, പാറമേക്കാവിൻ്റെ പുറപ്പാട്, പാറമേക്കാവിൽ അമ്മയുടെ പുറപ്പാട് എത്ര മണിക്കാണ് ഉച്ചയ്ക്ക് പാറമേക്കാവിൽ അമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് പുറപ്പെടുക, ഇത്രയും കാര്യങ്ങൾ ഒക്കെ അറിഞ്ഞാലേ, തൃശ്ശൂർ പൂരത്തിൻ്റെ ആചാരപരമായ പ്രാധാന്യം കൂടി അറിഞ്ഞാലേ നമുക്ക് ഈ കാഴ്ചകളെ അതിൻ്റേതായ അർത്ഥഗരിമയോടുകൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ, സ്വാംശീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുകൂടി പറയുകയാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അറിവിലേക്ക്. അയ്യന്തോൾ ഭഗവതി പുറപ്പെടുമ്പോൾ 1000 പറകൾ നിരക്കപ്പെടും എന്നാണ് പറയുക. അയ്യന്തോൾ ഭഗവതിയുടെ പുറപ്പാട് അതൊരു ഐശ്വര്യ കീർത്തികരമായ ഒരു പുറപ്പാടാണ്. അയ്യന്തോൾ ഭഗവതിയുടെ പുറപ്പാട് പൂവും മലരും പഴങ്ങളും ഒക്കെ നിറച്ചുകൊണ്ട് ഭഗവതിയെ വരവേൽക്കുകയാണ്. അയ്യന്തോൾ ഭഗവതിയെ വരവേൽക്കുകയാണ് ഒരു ഗ്രാമം മുഴുവൻ. കണിമംഗലം ശാസ്താവിന് പിന്നാലെ അയ്യന്തോൾ ഭഗവതിയാണ് ശ്രീ വടക്കുന്നാഥനെ വണങ്ങാൻ വേണ്ടി, വടക്കുന്നാഥനെ വലം വെച്ച് വണങ്ങുന്നതിന് വേണ്ടി ശ്രീ വടക്കുന്നാഥൻ്റെ സന്നിധിയിലേക്ക് പുറപ്പെടുന്നത്. അയ്യന്തോൾ ഭഗവതിയാണ്. 1000 പറ അകമ്പടിയോടുകൂടി അയ്യന്തോൾ ഭഗവതി അവിടെ നിന്നും പുറപ്പെടുന്ന ഒരു കാഴ്ച ചേതോഹരമായ കാഴ്ചയാണ്. അതായത് 101, പലപ്പോഴും 101 പറകളുടെ അകമ്പടി ഉണ്ടാകും. പക്ഷെ പിന്നീട് അത് 1000 പറയായിട്ട് മാറും. 1000 പറയുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് അയ്യന്തോൾ ഭഗവതി പുറപ്പെടുക. 101 പറകൾ, 101 പുറകൾ, അങ്ങനെ പലയിടത്തായി പറകൾ കൂടിച്ചേരുന്നു. ആ പറകൾ 1000 പറ അകമ്പടിയോടുകൂടി പിന്നീട് അയ്യന്തോൾ ഭഗവതി പുറപ്പെടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പൂവും മലരും പഴങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് അയ്യന്തോൾ ഭഗവതിയെ വരവേൽക്കുകയാണ് ശ്രീ വടക്കുന്നാഥൻ്റെ സന്നിധിയിലേക്ക് എന്നാണ് പറയുന്നത്. പറകളുടെ എണ്ണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1000 പറയിലേക്ക് എത്തിച്ചേരും. പിന്നീട് നടുവിലാലിൽ നിന്ന് ശ്രീമൂലസ്ഥാനത്തേക്ക് ദേവി നടന്നു തുടങ്ങും. അപ്പോൾ ആനകളുടെ എണ്ണം കൂടും. കോട്ടപ്പുറത്ത് വെച്ച് ആനകളുടെ എണ്ണം 7 ആകും. 2 നേരത്തും മേളവും പഞ്ചവാദ്യവും ഒക്കെ ഉണ്ടാകും. ആ മേളത്തിനും ഒരു ക്രമമുണ്ട്. പഞ്ചവാദ്യം ആണ് അയ്യന്തോൾ ഭഗവതിയുടെ മേളത്തിൽ അകമ്പടിയായിട്ട് ശ്രീമൂലസ്ഥാനത്തേക്ക് പുറപ്പെടുമ്പോൾ ഉണ്ടാവുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.